ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ 7ാം ഭാഗം. പുരാതന കാലത്ത് പേഴ്സിയിൽ സാംബൂർ എന്ന പേരായി പ്രഗത്ഭനായ ഒരു രാജാവുണ്ടായിരുന്നു. സുരക്ഷിതമായ ആരാമത്തിലെ ഉജ്ജ്വല പുഷ്പങ്ങൾ പോലെ അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ടായിരുന്നു. പൂർണ്ണചന്ദ്രനെ പോലെ ഒരു പുത്രനും. രാജാവ് വർഷത്തിൽ 2 ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഒന്ന് വസന്താരംഭത്തിൽ, മറ്റൊന്ന് ഗ്രീഷ്മാരംഭത്തിൽ. ഈ അവസരങ്ങളിൽ അദ്ദേഹം രാജധാനി തുറന്നിടും. എല്ലാവർക്കും സമ്മാനം കൊടുക്കും. ജനങ്ങൾക്ക് സുരക്ഷിതത്വം വിളംബരം ചെയ്യും. പല ദേശങ്ങളിൽ നിന്നും ആളുകൾ വന്ന് രാജാവിന് വണങ്ങും. അവർക്ക് അദ്ദേഹം സമ്മാനങ്ങൾ കൊടുക്കും. അദ്ദേഹത്തിന് ക്ഷേത്രഗണിതത്തിലും വേദാന്തത്തിലും വളരെ താല്പര്യമുണ്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങനെയുള്ള ഒരാഘോഷ അവസരത്തിൽ 3 സന്യാസിമാർ വന്നു. ഒരാൾ ഹിന്ദുസ്ഥാനിയും, ഒരാൾ റൂമി ഭാഷയും, മൂന്നാമൻ പേഴ്സ്യൻ ഭാഷയുമാണ് സംസാരിച്ചിരുന്നത്. ഒരുവന്റെ കയ്യിൽ വലിയൊരു താലം, അതിലൊരു സ്വർണമയിൽ, ചുറ്റും 24 മയിൽ പേടകൾ. രണ്ടാമത്തവന്റെ പക്കൽ സ്വർണം കൊണ്ടുണ്ടാക്കി രത്നങ്ങൾ പതിച്ച ഒരു മനുഷ്യരൂപം, കയ്യിലൊരു കാഹളവും. മൂന്നാമൻ വഹിച്ചിരുന്നത് ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കുതിരയാണ്. 3ന്റെയും ഉപയോഗം അവർ രാജാവിന് വിവരിച്ച് കേൾപ്പിച്ചു. സ്വർണമയൂരം രാവും പകലും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ മയിൽപേടയെ കൊത്തും. ചിറകടിച്ച് കളിക്കും. 1 മാസം കഴിയുമ്പോൾ മയിൽ കൊക്കു പിളർക്കും. അപ്പോൾ പുതുമാസ ചന്ദ്രക്കല അതിൻ്റെ വായിൽ കാണും. കാഹളക്കാരനെ നഗരവാതിക്കൽ സൂക്ഷിക്കാനുള്ളതാണ്. ശത്രുക്കൾ നഗരത്തിൽ പ്രവേശിച്ചാൽ അത് ഉച്ചത്തിൽ കാഹളം വിളിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്തും. മൂന്നാമത്തെ അത്ഭുത വസ്തുവായ കുതിരയുടെ പുറത്ത് കയറിയിരുന്നാൽ എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിയിരിക്കും. രാജാവ് ഈ 3 വസ്തുക്കളും പരീക്ഷിച്ച് നോക്കാൻ നിശ്ചയിച്ചു. ആദ്യം തന്നെ മയിലിനെ പരീക്ഷിച്ചു. സന്യാസി പറഞ്ഞത് വാസ്തവമാണെന്ന് മനസ്സിലായി. കാഹളത്തിൻ്റെ ശക്തിയെക്കുറിച്ചും രാജാവിന് ബോധ്യമായി. കാഹളത്തിൻ്റെയും മയിലിൻ്റെയും ഉടമസ്ഥന്മാർക്ക് എന്ത് സമ്മാനമാണ് നൽകേണ്ടതെന്ന് രാജാവ് ചോദിച്ചു. രാജാവിൻ്റെ പെൺമക്കളിൽ ഒരുവളെ വിവാഹം കഴിച്ചു തന്നാൽ മതിയെന്ന് ഒരുവൻ പറഞ്ഞു. രണ്ടാമത്തെ പുത്രിയെ തനിക്ക് തരണമെന്ന് കാഹളക്കാരനും അപേക്ഷിച്ചു. രാജാവ് മൂത്ത പുത്രിയെയും രണ്ടാമത്തവളെയും അങ്ങനെ ആഗ്രഹപ്രകാരം അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മൂന്നാമത്തവനും രാജാവിനോട് വിവാഹ സമ്മാനം തന്നെ ചോദിച്ചു. യവനിയയ്ക്ക് പിറകിലിരുന്ന് ശ്രദ്ധിച്ചിരുന്ന ഇളയപുത്രി തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവനെ സൂക്ഷിച്ചു നോക്കി. അയാൾ വൃത്തികെട്ട ഒരു പടുവൃദ്ധനായിരുന്നു. അവൾ നിരാശയായി ഭ്രാന്തിയെപ്പോലെ ഓടിപ്പോയി. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയാണ് അവൾ. മൈതാനത്തിലെ സുരഭിലമായ ഇളങ്കാറ്റ് പോലെയാണവൾ. അവൾ നടക്കുമ്പോൾ ആ ചലനം കാണുന്ന ലതാശാഖകൾക്ക് സമനില പാലിക്കുക പ്രയാസമായിരുന്നു. വിധിയുടെ ക്രൂരത. ഏതായാലും പരീക്ഷണം കഴിയട്ടെ, രാജാവ് പറഞ്ഞു. രാജാവിൻ്റെ മകൻ തന്നെ കുതിരയെ പരീക്ഷിക്കാൻ തയ്യാറായി. രാജകുമാരനായ കമാർ അൽ അക്മാർ കുതിരപ്പുറത്ത് കയറി. കുതിര അനങ്ങിയില്ല. അപ്പോൾ കുതിരയുടെ ഉടമസ്ഥൻ ഒരു സൂചി കാണിച്ചു കൊടുത്തിട്ട് അത് തിരിച്ചാലേ കുതിര പൊങ്ങൂ എന്നുപദേശിച്ചു. രാജകുമാരൻ ആ സൂചി തിരിച്ചു. കുതിര അതിവേഗം ആകാശത്തേക്ക് പറന്നു പൊങ്ങി. ഒടുവിൽ ആളുകളെ ഒന്നും കാണാത്ത അത്ര ഉയരത്തിലെത്തി. കമാറിന് പേടിയായി. കുതിരക്കാരൻ തന്നെ നശിപ്പിക്കാൻ വന്നതാണെന്ന് അവൻ വിചാരിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ഒരു ശക്തിക്ക് മാത്രമല്ലേ രക്ഷിക്കാനാകൂ. കമാർ കുതിരയുടെ ഓരോ ഭാഗവും സൂക്ഷിച്ചു നോക്കി. കുതിരയുടെ വലത്തെ ചുമലിലും ഇടത്തെ ചുമലിലും പൂവൻ കോഴിയുടെ തല പോലെ എന്തോ കണ്ടു. അതിൽ ഏതെങ്കിലും അമർത്താമെന്ന് കരുതി ആദ്യം വലത്തെ ചുമലിൽ അമർത്തി. അപ്പോൾ കുതിര ഒന്നുകൂടി കുതിച്ച് മുകളിലേക്ക് പൊങ്ങി. അപ്പോൾ അവൻ ഇടത്തെ ചുമലൊന്നമർത്തി. കുതിര പതുക്കെ പതുക്കെ
താഴോട്ടിറങ്ങാൻ തുടങ്ങി. കമാറിന് കുതിരയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായി. അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദൈവത്തോട് നന്ദി പറഞ്ഞു. ശേഷിച്ച പകൽ മുഴുവൻ യാത്ര ചെയ്തിട്ടും കമാർ ഭൂമിയിലെത്തിയില്ല. ഭൂമിയുടെ പൊടി പോലും കാണാത്ത അത്ര പൊക്കത്തിലേക്കാണ് ഉയർന്നിരുന്നത്. പല രാജ്യങ്ങളും ആ യാത്രയിൽ തരണം ചെയ്തു. വളരെ ഗംഭീരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നഗരം രാജകുമാരൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ധാരാളം മരങ്ങളും പുഴകളും നിറഞ്ഞ് മനോഹരമായി ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ നഗരം ഏതാണെന്നറിയാൻ ആകാംക്ഷ തോന്നി. കമാർ കുതിരപ്പുറത്ത് ആ നഗരത്തിനു ചുറ്റും പറന്നു. സൂര്യാസ്തമയമായി. ഈ നഗരത്തിൽ തന്നെ രാത്രി കഴിച്ച് കൂട്ടുകയാകും ഭേദമെന്ന് അവൻ തീരുമാനിച്ചു. രാവിലെ മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് തന്നെ പറന്നു പോകാം. തനിക്ക് രാത്രി വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം വേണം. ഉയർന്നു നിൽക്കുന്ന രാജധാനി കണ്ടു. ചുറ്റും മതിൽക്കെട്ടുകൾ, ധാരാളം പടയാളികൾ. അത് തന്നെയാണ് പറ്റിയ സ്ഥലം. കമാർ രാജധാനിയുടെ പരന്ന മേൽത്തട്ടിലിറങ്ങി. ദൈവാധീനം കൊണ്ട് എനിക്ക് മാതാപിതാക്കളെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ ഈ കുതിരയുടെ ഉടമയ്ക്ക് എന്തു വേണമെങ്കിലും പ്രതിഫലം നൽകും. അത്ര മഹത്തായ ഒരു സൃഷ്ടിയാണിത്. രാജധാനിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെയായി. കമാർ കുതിരയെ ഒരിടത്ത് നിർത്തി വലതും ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് നോക്കാൻ ഉറച്ചു. താഴേക്ക് പോകുന്ന കുറെ കോണിപ്പടികൾ കണ്ടു. അവയിലൂടെ ഇറങ്ങി കെട്ടിടത്തിൻ്റെ കീഴ്ഭാഗത്ത് എത്തി. അവിടെ മാർബിൾ കൊണ്ട് പടുത്ത ഒരങ്കണമുണ്ടായിരുന്നു. അതിൻ്റെ ഭംഗി കണ്ട് രാജകുമാരൻ വിസ്മയിച്ചു പോയി. പക്ഷേ രാജധാനിക്കുള്ളിൽ ഒരാട്ടവും അനക്കവുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചു. തിരിച്ച് കുതിരയുടെ സമീപത്ത് പോയി വിശ്രമിക്കാമെന്ന് അവൻ നിശ്ചയിച്ചു. അപ്പോഴേക്കും ഒരു പ്രകാശത്തിൻ്റെ ചലനം. സൂക്ഷിച്ചു നോക്കി. കുറേ സുന്ദരിമാർ. അവരുടെ നടുവിൽ നായികയായി ഒരതിസുന്ദരി. അവർ രാജധാനിയിലേക്ക് വരുന്നു. ഇത്ര ഭംഗിയുള്ള രൂപം അവൻ ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. എല്ലാം തികഞ്ഞ പെണ്ണ്. ആ യുവതി അവിടുത്തെ രാജാവിൻ്റെ പുത്രിയായിരുന്നു. അവളോടുള്ള അത്യഗാധമായ സ്നേഹം കൊണ്ട് രാജാവ് അവൾക്ക് വേണ്ടി നിർമ്മിച്ച സൗധമാണിത്. മനസ്സിനെന്തെങ്കിലും വ്യാകുലതയുണ്ടായാൽ അവൾ ഇവിടെ വന്ന് 1-2 ദിവസം കഴിയും. അകമ്പടി സേവിച്ചുകൊണ്ട് വാൾ ധരിച്ച ഒരു ഷണ്ടനും നടന്നിരുന്നു. അവർ രാജധാനിയിലേക്ക് പ്രവേശിച്ചു. ഇരിപ്പിടങ്ങളും മേശകളും മറ്റും നിരത്തിയിട്ടു. എല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് രസിക്കാൻ തുടങ്ങി. ഉടനെ രാജകുമാരൻ ആ ഷണ്ടന്റെ നേരെ കുതിച്ച് അവനെ ആക്രമിച്ചു. അവൻ ചത്ത പോലെ താഴെ വീണു. അത് കഴിഞ്ഞ് രാജകുമാരൻ വാള് ചുഴറ്റി തോഴിമാരെയും തുരത്തി. ഭയപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. രാജകുമാരി സ്തബ്ധയായെങ്കിലും കമാറിന്റെ സൗന്ദര്യം അവളെ ആകർഷിച്ചു. തലേ ദിവസം രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാജകുമാരനെത്തിയിരുന്നു. തനിക്ക് അയാളെ കാണാനിട കിട്ടിയില്ല. അവനെ കണ്ടാൽ തന്നെ വെറുപ്പ് തോന്നുമെന്ന് പറഞ്ഞ് പിതാവ് ഉപേക്ഷിച്ചത് രാജകുമാരി കേട്ടിരുന്നു. അയാളായിരിക്കും ഈ സുന്ദരനെന്ന് അവൾ കരുതി. ഇത്ര മനോഹരമായ ഒരുവനെ പിതാവ് തള്ളിക്കളഞ്ഞല്ലോ എന്നോർത്ത് അവൾക്ക് കടുത്ത ദുഃഖം തോന്നി. അവൾ തന്നെ സമീപിച്ച കുമാരനെ ആലിംഗനം ചെയ്തു. അരികിൽ പിടിച്ചിരുത്തി. അപ്പോൾ തോഴിമാർ പരസ്പരം നോക്കി പുഞ്ചിരിയോടെ ചുറ്റും വന്നു നിരുന്നു. ഭവതിയുടെ പിതാവ് തള്ളിക്കളഞ്ഞ രാജകുമാരനല്ല ഇത്. അവൻ വിരൂപനാണ്. ഇദ്ദേഹത്തിൻ്റെ വേലക്കാരനാകാൻ പോലും അവൻ അർഹനല്ല, അവർ പറഞ്ഞു. അടിമ പെണ്ണുങ്ങൾ പോയി ഷണ്ടനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് വാള് തിരിഞ്ഞു. നിന്റെ വാളെടുത്തവൻ, നിന്നെ അടിച്ച് താഴെയിട്ടവൻ രാജകുമാരിയുടെ അടുത്തിരിക്കുന്നുണ്ട്. ഷണ്ടൻ അത് കേട്ട് ഭയപ്പെട്ടു. ഈ ഷണ്ടനെ വിശ്വസിച്ചാണ് രാജാവ് പുത്രി അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവൻ കാമുകന്മാരുടെ സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവൻ കുമാരനോട് ചോദിച്ചു, താങ്കളൊരു മനുഷ്യനോ അതോ ഭൂതമോ? രാജാവിൻ്റെ പുത്രന്മാരെ പിശാചുക്കളായി കരുതുന്നുവോ?
നീ എന്തറിയുന്നു? ഞാൻ രാജാവിൻ്റെ ജാമാതാവാണ്. രാജാവ് എനിക്കിവളെ വിവാഹം ചെയ്തു തന്നു. സ്വയം ഇവളെ പരിചയപ്പെടാൻ എന്നെ അയച്ചതാണ്. ശരിയാണ്. അങ്ങ് മനുഷ്യവർഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അങ്ങേക്കാൾ യോജിച്ച മറ്റൊരു വരനെ ഈ കുമാരിക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്ഥലം വിട്ടു. അവൻ നേരെ രാജാവിൻ്റെ അരികിലേക്കാണ് പോയത്. വസ്ത്രങ്ങളെല്ലാം പറിച്ചു കീറി നെഞ്ചത്തടിച്ച് കരഞ്ഞ് ഓടി വരുന്ന ഷണ്ടനെ കണ്ട് രാജാവ് പരിഭ്രമിച്ചുപോയി. എന്താണ് ഉണ്ടായതെന്ന് ചുരുക്കി പറയാൻ അദ്ദേഹം കൽപ്പിച്ചു. പൊന്നു തമ്പുരാനെ, അങ്ങയുടെ മകളെ മനുഷ്യരൂപത്തിൽ വന്ന ഒരു ഭൂതം പിടിച്ചു വച്ചിരിക്കുന്നു. കുമാരിയെ വേഗം രക്ഷിക്കണം. കേട്ട മാത്രയിൽ തന്നെ രാജാവ് പുറപ്പെട്ടു. മകളുടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അടിമ പെണ്ണുങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. ഞങ്ങൾ രസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഊരിപ്പിടിച്ച വാളുമായി പൂർണ്ണചന്ദ്രനെ പോലുള്ള ഒരു യുവാവ് ഞങ്ങളുടെ നേരെ ഓടിയെടുത്തു. അവൻ പറയുന്നത് അങ്ങ് കുമാരിയെ അവന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. അത് ഭൂതമോ മനുഷ്യനോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ആൾ സൽസ്വഭാവിയാണ്, അരുതാത്തതൊന്നും ചെയ്യുന്നില്ല. ഇത്രയും കേട്ടപ്പോൾ തന്നെ രാജാവിൻ്റെ കോപം ആറിത്തണുത്തു. അദ്ദേഹം പതുക്കെ യവനിക നീക്കി നോക്കി. മകളും സുന്ദരനായ യുവാവും സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജാവിന് കോപം തോന്നി. അദ്ദേഹം ഊരിപ്പിടിച്ച വാളുമായി കമാറിൻ്റെ നേരെ കുതിച്ചു. കമാർ അവളോട് ചോദിച്ചു, ഇത് നിന്റെ പിതാവാണോ? അതെ, അവൾ അറിയിച്ചു. ഉടനെ അവൻ വാളൂരി മുമ്പോട്ട് കുതിച്ചു. രാജാവിന് ആശങ്കയായി. ആ യുവാവിന് തന്നേക്കാൾ കരുത്തും പാടവുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വാൾ ഉറയിലിട്ടു. അവനോട് ചോദിച്ചു, നീ ആരാണ്? ഭൂതമോ അതോ മനുഷ്യനോ? കമാർ മറുപടി പറഞ്ഞു, പുത്രിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പിതാവിൻ്റെ രക്തം ചൊരിയുന്നില്ല. എന്നെപ്പോലെ ഉന്നതകുലജാതനായ ഒരു രാജകുമാരനെ പിശാചായി കരുതുകയോ? നിങ്ങളുടെ ഈ രാജ്യവും പ്രതാപവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ എനിക്ക് കഴിയും. ഈ വാക്കുകൾ കേട്ട് രാജാവ് ഭയപ്പെട്ടു പോയി. നിങ്ങൾ ഒരു രാജാവിൻ്റെ പുത്രനാണെന്ന് പറയുന്നുവല്ലോ. എന്നാൽ എൻ്റെ അനുവാദം കൂടാതെ എന്തുകൊണ്ട് ഇതിനകത്ത് പ്രവേശിച്ചു? എന്നെ അപമാനിച്ചു. ഞാൻ നിങ്ങളെ വരനായി തിരഞ്ഞെടുത്തുവെന്ന് ഇവളോട് കളവ് പറഞ്ഞത് ഏത് മര്യാദ കൊണ്ട്? ഇതുവരെ അവളെ പരിണയിക്കണമെന്നാവശ്യപ്പെട്ട എല്ലാ രാജകുമാരന്മാരെയും ഞാൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അടിമകളെയും ജോലിക്കാരെയും വിളിച്ച് നിങ്ങളെ കൊല്ലാൻ കൽപ്പിച്ചാൽ ഏത് ശക്തിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും? മറുപടി കേട്ട് കമാർ പുഞ്ചിരി തൂകി. നിങ്ങളുടെ ആലോചനാ ശൂന്യതയിൽ ഞാൻ അതിശയിക്കുന്നു. നിങ്ങളുടെ പുത്രിക്ക് എന്നേക്കാൾ അഭികാമ്യനായ ഒരു ഭർത്താവിനെ എവിടെ നിന്ന് ലഭിക്കും? എന്നെപ്പോലെ ഹൃദയദാർഢ്യമുള്ള ധാരാളം സമ്പത്തും സൈന്യബലവും മറ്റുമുള്ള ഒരു യുവാവിനെ നിങ്ങൾക്കെവിടെ നിന്ന് കിട്ടും? ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവരും അറിയേ, അവളെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ നിശ്ചയമായും വിവാഹം ചെയ്തു തന്നേനെ. ഞാൻ നിങ്ങൾക്ക് അവളെ രഹസ്യമായി വിവാഹം കഴിച്ചു തന്നാൽ അത് എനിക്ക് അപമാനകരമായിരിക്കും. കമാർ ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ എല്ലാ അടിമകളും വേലക്കാരും സേനാനികളും ഇവിടെ വന്ന് എന്നെ ഇപ്പോൾ കൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ വാക്ക് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ബഹുമാനം തോന്നുമായിരിക്കും. എന്നാൽ ചിലർ നിങ്ങളെ പഴിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ. ഒന്നെങ്കിൽ നമുക്ക് 2 പേർക്കും തമ്മിൽ പോരാടാം. അതിൽ ജയിക്കുന്നവന് രാജ്യം ഭരിക്കാം. അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മകളുടെ കൂടെ എന്നെ വെറുതെ വിടും. നാളെ രാവിലെ നിങ്ങളുടെ സൈന്യങ്ങളെയെല്ലാം അണിനിരത്തുക. എത്ര പേരുണ്ടാകുമാകെ? 4000 കുതിരപ്പടയാളികളും പുറമെ അസംഖ്യം അടിമകളും. കമാർ തുടർന്നു, ഒരുവൻ എൻ്റെ പുത്രിയെ പരിണയിക്കാൻ എത്തിയിരിക്കുന്നു. ഇവൻ നിങ്ങളോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്നും കീഴടക്കുമെന്നും പറയുന്നു. പരീക്ഷണം നടക്കട്ടെ എന്നവരോട് പറയുക. അങ്ങനെ അവർ എന്നോട് പൊരുതട്ടെ. യുദ്ധത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ അങ്ങയുടെ രഹസ്യം പരസ്യമാക്കാതെ കഴിക്കാം. അങ്ങയുടെ മഹിമ അങ്ങനെ നിലനിർത്താം. ഞാനാണ് ജയിക്കുന്നെങ്കിൽ
മകൾക്ക് ഏറ്റവും അഭികാമ്യനായ ഒരു വരനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. രാജാവ് അത് സമ്മതിച്ചു. അദ്ദേഹം ഉടനെ തൻ്റെ ഷണ്ഡ പരിചാരകനെ വരുത്തി. മന്ത്രിയോട് എല്ലാ സൈന്യങ്ങളെയും സജ്ജീകരിച്ച് അവിടേക്ക് വരണമെന്നറിയിക്കാൻ കൽപ്പിച്ചു. രാത്രി രാജാവ് കമാറുമായി സല്ലപിച്ചിരുന്നു. അങ്ങനെ നേരം പുലർന്നു. മന്ത്രി എല്ലാ അമീറുകളെയും സേനാ നായകന്മാരെയും വരുത്തി രാജാവിൻ്റെ കൽപ്പന ധരിപ്പിച്ചു. എല്ലാവരും യുദ്ധസജ്ജീകരണങ്ങളുമായി രാജാവിൻ്റെ മുമ്പിലെത്തി. രാജാവ് തൻ്റെ കുതിരകളിൽ ഏറ്റവും നല്ല ഒന്നിനെ കമാറിനു വേണ്ടി ഒരുക്കി. പക്ഷേ കമാർ കുതിരയെ വേണ്ടെന്ന് പറഞ്ഞു. സൈന്യത്തെ കണ്ട ശേഷമേ താൻ കുതിരപ്പുറത്ത് കയറൂ എന്നായി കമാർ. രാജാവ് കമാറിനെയും കൂട്ടി യുദ്ധരംഗത്തെത്തി. അവിടെ കൂടിയിരുന്ന സൈന്യങ്ങളോട് രാജാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പുത്രിയെ കാക്ഷിച്ചു വന്നവനാണ്. ഇവനേക്കാൾ സുന്ദരനും ശക്തനുമായ മറ്റൊരുവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ ഒറ്റയ്ക്ക് നിങ്ങളെ കീഴടക്കും എന്നാണ് പറയുന്നത്. നിങ്ങളിവനെ വാൾ തലപ്പുകൊണ്ടും കുന്തമുനകൾ കൊണ്ടും സൽക്കരിക്കുക. രാജാവ് കമാറിനോട് യുദ്ധം തുടങ്ങാൻ കൽപ്പിച്ചു. ഞാൻ നിലത്തുനിന്നും അവർ കുതിരപ്പുറത്ത് കയറി. എന്തൗചിത്യമാണ് മഹാരാജാവേ ഇതിൽ? കമാർ ചോദിച്ചു. ഞാൻ നിനക്ക് കുതിരയെ തന്നു, നീ വേണ്ടെന്ന് പറഞ്ഞു. ആരുടെ കുറ്റം? തനിക്ക് തൻ്റെ കുതിര മതിയെന്നായിരുന്നു കമാറിൻ്റെ മറുപടി. എവിടെയാണ് കുതിര? തൻ്റെ കുതിര കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലുണ്ടെന്നും അതിനെ കൊണ്ടുവന്ന് തന്നാൽ മതിയെന്നും കമാർ പറഞ്ഞു. ഇവന് ശരിക്കും ഭ്രാന്താണ്. കുതിര മട്ടുപ്പാവിലോ? രാജാവ് ആശ്ചര്യപ്പെട്ടു. എങ്കിലും സേനാ നായകനോട് മട്ടുപ്പാവിൽ പോയി കുതിരയുണ്ടോ എന്ന് നോക്കാൻ കൽപ്പിച്ചു. കുതിര എങ്ങനെ കോണിയിറങ്ങും? ഇതെന്തൊരു വിചിത്രമായ വാർത്ത! ആളുകൾ പരസ്പരം പറഞ്ഞു. സേനാനി വെൺമാടത്തിൽ നോക്കിയപ്പോൾ അതിമനോഹരമായ ഒരു അശ്വത്തെ കണ്ടു. അരികിൽ ചെന്ന് സ്പർശിച്ചു. ദന്തനിർമ്മിതമായ ആ സുന്ദര ശില്പം കണ്ട് അയാളും പിന്നാലെ എത്തിയ മറ്റു ഉദ്യോഗസ്ഥന്മാരും അതിശയിച്ചുപോയി. അവർ കുതിരയെ താഴേക്കെത്തിച്ചു. രാജാവിനും ആ കുതിരയിൽ കൗതുകം തോന്നി. ശരപ്പാട് ദൂരത്തേക്ക് സൈന്യത്തെ നീക്കി നിർത്താൻ കമാർ ആവശ്യപ്പെട്ടു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കമാർ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു, ഞാനിതാ കുതിരപ്പുറത്ത് കയറുന്നു. അങ്ങയുടെ സൈന്യത്തെ വലത്തോട്ടും ഇടത്തോട്ടും തുരത്തുന്നു. അവരുടെ ഹൃദയം കുത്തിമുറിക്കുന്നു. കമാർ അശ്വാരൂഢനായി. ഈ മനോഹര ശരീരം എങ്ങനെ വെട്ടി തുണ്ടമാക്കും? സേനാനികൾ പരസ്പരം മന്ത്രിച്ചു. കമാർ മുകളിലേക്ക് പൊങ്ങാനുള്ള സൂചി തിരിച്ചു. കുതിര അതിവേഗത്തിൽ ആകാശത്തേക്ക് പൊങ്ങി. അവരെ പിടിക്കൂ! രാജാവ് ഗർജിച്ചു. പറക്കുന്ന പക്ഷിയെ ഞങ്ങൾക്ക് എങ്ങനെ പിടിക്കാൻ കഴിയും? അവനൊരു മായാവിയാണ്. അവനെ ദൈവം രക്ഷിച്ചു, പടയാളികൾ പറഞ്ഞു. രാജാവ് അമ്പരന്ന് ദുഃഖിതനായി രാജധാനിയിലേക്ക് മടങ്ങി. പുത്രി വിരഹവേദന കൊണ്ട് സങ്കടപ്പെടുകയാണ്. പിതാവ് നടന്നതെല്ലാം അവളെ ധരിപ്പിച്ചു. അവനൊരു മായാവിയാണെന്നും ദൈവാധീനത്താൽ അവൾ രക്ഷപ്പെട്ടുവെന്നും പറഞ്ഞ് മകളെ മാറോടണച്ച് ചുംബിച്ചു. പക്ഷേ അവളുടെ ദുഃഖത്തിനൊരു ശമനവും ഉണ്ടായില്ല. ഞാനിനി ഒന്നും ഭക്ഷിക്കില്ല, ജലപാനം കഴിക്കില്ല എന്നായി കുമാരി. രാജാവിൻ്റെ മനസ്സ് ആർദ്രമായി. അദ്ദേഹത്തിൻ്റെ ആശ്വാസവചനങ്ങൾ അവളുടെ അടുത്ത് വില പോയില്ല. അച്ഛനും മകളും ഒരുപോലെ ദുഃഖിതരായി. കമാർ ആ രാജ്യത്തിൻ്റെയും രാജാവിൻ്റെയും മകളുടെയും പേര് വിവരങ്ങൾ ജനങ്ങളിൽ നിന്നും ഗ്രഹിച്ചിരുന്നു. സാന എന്നു പേരായ ആ നഗരം വിട്ടുയർന്ന കമാറിൻ്റെ മനസ്സ് മുഴുവൻ അവളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. കമാർ തൻ്റെ രാജ്യത്തെത്തി. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കുതിരയെ നിർത്തി. കൊട്ടാരം ശോകമൂകമായിരുന്നു. ഏക അവകാശിയായ രാജപുത്രന്റെ മരണം സംഭവിച്ചതുപോലെ എല്ലാവരും ദുഃഖത്തിൽ മുഴുകിയിരുന്നു. കമാർ വേഗം പിതാവിനെ സമീപിച്ചു. പിതാവ് പുത്രൻ പോയതിൽ ദുഃഖിതനായി കതകടച്ചിരിക്കുകയായിരുന്നു. കുതിരക്കാരനായ ആ സന്യാസിയെ തുറകിലടച്ചിരുന്നു. പുത്രനെ കണ്ട രാജാവ് സന്തോഷത്തോടെ അവനെ ആലിംഗനം ചെയ്തു. കാരാഗൃഹത്തിൽ നിന്നും സന്യാസിയെ വരുത്തി. രാജാവ് അയാൾക്ക് ആദരസൂചകമായി
ഒരു ഉടയാട നൽകി. ബഹുമാനപൂർവ്വം പെരുമാറിയെങ്കിലും അയാൾക്ക് തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തില്ല. സന്യാസിക്ക് അതിഭീകരമായ കോപം തോന്നി. ആ കുതിരയെ കൊടുത്തതിൽ ദുഃഖവും. ഇനി ആ കുതിരയും കൊണ്ട് എങ്ങും പോവണ്ട, രാജാവ് പറഞ്ഞു. കമാർ തൻ്റെ യാത്രയിൽ നടന്ന കഥകളെല്ലാം പിതാവിനെ വിസ്തരിച്ച് കേൾപ്പിച്ചു. ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടു. വേണമെങ്കിൽ അയാൾക്ക് നിന്നെ കൊല്ലാമായിരുന്നു. പിന്നീടവർ ആഹ്ലാദാഘോഷങ്ങളിൽ മുഴുകി. സദ്യ നടത്തി. രാജാവിൻ്റെ ആവശ്യപ്രകാരം ഒരുവൾ വന്ന് വീണമീട്ടി മനോഹരമായ ഒരു ഗാനം ആലപിക്കാൻ തുടങ്ങി. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് മരണമില്ല. നീ എത്ര വിദൂരത്തായാലും ദിവസങ്ങൾ കൊഴിയട്ടെ, വർഷങ്ങൾ മരിക്കട്ടെ, കാലം തന്നെ മൃതമാകട്ടെ, നിന്നോടുള്ള പ്രേമത്താൽ ഞാൻ മരിക്കും. കമാറിൻ്റെ ഹൃദയം പ്രേമസ്മരണയാൽ തപ്തമായി. അവൻ പതുക്കെ കുതിരയുടെ അടുത്തേക്ക് പോയി. ഒന്നും ആലോചിക്കാതെ അതിൻ്റെ പുറത്ത് കയറി പുറപ്പെട്ടു. രാജാവ് പുത്രൻ കുതിരപ്പുറത്ത് കയറി ഉയരുന്നത് മാത്രമേ കണ്ടുള്ളൂ. കുതിരയെ ഒളിപ്പിച്ച് വെക്കാത്തതിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നി. കമാർ നേരെ സാനാ നഗരത്തിലിറങ്ങി. ആദ്യം സമ്മേളിച്ച ശാലയിൽ അടിമ പെണ്ണുങ്ങളുടെ നടുവിൽ ദുഃഖാകുലിയായിരിക്കുന്ന രാജകുമാരിയെ കണ്ടു. അതിശയത്താൽ അവളുടെ മിഴികൾ വിടർന്നു. ഇരുവരും ആലിംഗനബദ്ധരായി. കമാർ അവളെ തൻ്റെ രാജ്യത്തേക്ക് ക്ഷണിച്ചു. അവൾ പരിപൂർണ സമ്മതത്തോടെ പുറപ്പെട്ടു. അവർ മട്ടുപ്പാവിൽ കയറി. കുമാരിയെ തൻ്റെ കുതിരയുടെ പുറത്ത് കയറ്റി കമാർ കുതിരയെ ആകാശത്തേക്ക് പറപ്പിച്ചു. അടിമ പെണ്ണുങ്ങൾ അലമുറയിട്ടു. രാജാവും രാജ്ഞിയും ആകാശത്തേക്ക് നോക്കി നിന്നു. രാജാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കമാർ, നീ ഞങ്ങളോട് ദയവ് കാണിക്കൂ, എൻ്റെ മകളെ വിട്ടുതരൂ. അവൻ അതിനുത്തരമൊന്നും പറഞ്ഞില്ല. കുമാരിക്ക് അച്ഛനമ്മമാരെ പിരിഞ്ഞതിൽ വിഷമമുണ്ടാകുമെന്ന് അവൻ കരുതി. പക്ഷേ അവൾ പ്രേമത്തിൻ്റെ അടിമയായി എവിടെ പോകാനും തയ്യാറായിരുന്നു. കമാർ അവളെയും കൊണ്ട് ഒരു മൈതാനത്തിറങ്ങി വിശ്രമിച്ചു. വീണ്ടും പറന്നു. കമാർ തൻ്റെ നഗരത്തിലെത്തിയപ്പോൾ കുമാരിയെ തോട്ടത്തിലെ ഒരു മുറിയിലിരുത്തി. കുതിരയെ വാതിൽക്കൽ നിർത്തി. വധുവിനെ ആഘോഷപൂർവ്വം രാജധാനിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ച് അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി. കമാർ വിവരങ്ങളെല്ലാം പിതാവിന് ധരിപ്പിച്ചു. രാജാവ് സന്തോഷത്തോടെ തൻ്റെ പരിവാരങ്ങളുമായി പുത്രവധുവിനെ കൊണ്ടുവരാൻ പുറപ്പെട്ടു. എല്ലാ പരിചാരകരെയും അടിമകളെയും വളരെ വില പിടിച്ച വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. വധുവിനെ കൊണ്ടുവരാൻ ചുവപ്പും പച്ചയും മഞ്ഞയും കലർന്ന നീരാളം കൊണ്ടുള്ള ഒരു പല്ലക്ക് നിർമ്മിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ആരാമത്തിൽ വധുവിൻ്റെ വിശ്രമ സങ്കേതത്തിലെത്തി. പക്ഷേ അതിശയമെന്ന് പറയട്ടെ, കമാർ നോക്കിയപ്പോൾ കുതിരയുമില്ല, കുമാരിയുമില്ല. ആ പേഴ്സ്യൻ സന്യാസിക്കല്ലാതെ മറ്റാർക്കും കുതിരയുടെ ഉപയോഗം അറിയില്ലെന്ന് അവന് നിശ്ചയമുണ്ടായിരുന്നു. തോട്ടം സൂക്ഷിപ്പുകാരോട് ചോദിച്ചപ്പോൾ ഔഷധ ചെടികൾ ശേഖരിക്കാൻ വന്ന പേഴ്സ്യൻ സന്യാസിയല്ലാതെ ആരും തന്നെ തോട്ടത്തിലേക്ക് കടന്നിട്ടില്ലെന്നറിഞ്ഞു. കമാർ പോയപ്പോൾ വിധിവച്ചാൽ ആ പേഴ്സ്യൻ സന്യാസി അതിലെ വന്നു. കമാറിൻ്റെ വധു വിശ്രമമുറിയിലിരിക്കുകയായിരുന്നു. അവളുടെ ദേഹത്തിൽ നിന്ന് ഉദ്ഗമിച്ച കസ്തൂരിയുടെയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുടെയും സൗരഭ്യം അയാളെ ആകർഷിച്ചു. സുഗന്ധത്തിൻ്റെ ഉറവിടം തേടിപ്പോയ സന്യാസി ഒരു മുറിയുടെ കവാടത്തിൽ തൻ്റെ കുതിര നിൽക്കുന്നതായാണ് കണ്ടത്. അയാളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പതുക്കെ ചെന്ന് കുതിരയുടെ എല്ലാ ഭാഗവും പരിശോധിച്ചു നോക്കി. യാതൊരു തകരാറും അതിന് സംഭവിച്ചിട്ടില്ല. മുറിക്കകത്ത് കടന്നു നോക്കിയപ്പോൾ തെളിഞ്ഞ ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഒരു സുന്ദരി. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. താൻ കമാറിൻ്റെ ദൂതനാണെന്നും നഗരത്തിനടുത്തുള്ള മറ്റൊരു തോട്ടത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ തന്നെ അയച്ചതാണെന്നും വളരെ ആഡംബരത്തോടെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കമാർ അവിടെ എത്തുമെന്നും അവളെ ധരിപ്പിച്ചു. നിങ്ങളെപ്പോലെ വൃത്തിയില്ലാത്ത ഒരുവനെ മാത്രമേ അദ്ദേഹത്തിന് അയക്കാൻ കഴിഞ്ഞുള്ളൂ? കുമാരി ചോദിച്ചു. ഭവതിയോടുള്ള പ്രേമം കൊണ്ട് കുമാരന് അസൂയാണ്. അതുകൊണ്ടാണ് എന്നെപ്പോലെ കണ്ടാൽ വെറുപ്പ് തോന്നുന്ന ഒരുവനെ അയച്ചത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര നല്ല പരിചാരകരും സേവകരുമുണ്ട്, സന്യാസി പറഞ്ഞു. ശരിയാണെന്ന് കുമാരിക്ക് തോന്നി. അവൾ യാത്രയ്ക്ക് തയ്യാറായി. നമുക്ക് പോകാൻ എന്ത് വാഹനമാണുള്ളത്?
അവൾ ചോദിച്ചു. ഭവതിയെ കൊണ്ടുവന്ന കുതിര തന്നെ. സന്യാസി ഉത്തരം പറഞ്ഞു. തനിക്ക് ആ കുതിരയുടെ ഉപയോഗം അറിയില്ലെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ സന്യാസിക്ക് ഒന്നുകൂടി ആനന്ദമായി. ഇവൾ എനിക്ക് കിട്ടിയത് തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ കുതിരയുടെ പുറത്തു കയറി. രാജകുമാരിയെയും പിന്നിലിരുത്തി. സൂചി തിരിച്ചു. കുതിര പറക്കാൻ തുടങ്ങി. നഗരത്തിൻ്റെ പൊടി പോലും കാണാത്ത അത്ര ഉയരത്തിലേക്ക് കുതിര പൊങ്ങിപ്പറന്നു. യുവതിക്ക് ഭയമായി. നിങ്ങളല്ലേ പറഞ്ഞത് രാജകുമാരൻ്റെ ദൂതനാണെന്ന്? എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? അവളുടെ ചോദ്യത്തിന് സന്യാസി മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്. രാജകുമാരൻ, അവന് ദൈവം എല്ലാ നന്മകളും നിരോധിക്കട്ടെ. അവൻ നീചനും കള്ളനുമാണ്. ഞാൻ നിന്നെയും രാജപുത്രനെയും ചതിക്കാനെടുത്ത ഉപായമാണിത്. ഞാൻ ഉണ്ടാക്കിയ ഈ കുതിരയെ ചൊല്ലി ഇതുവരെ ഞാൻ വിലപിക്കുകയായിരുന്നു. അവൻ സ്വന്തമാക്കിയെടുത്ത എൻ്റെ അത്ഭുത കുതിരയെ എനിക്ക് തിരിച്ചു കിട്ടി, നിന്നെയും. അങ്ങനെ ദ്രോഹത്തിന് ദ്രോഹം തന്നെ ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് നീ സന്തോഷമായി ഇരുന്നുകൊള്ളൂ. അവനേക്കാൾ ഉപകാരം നിനക്ക് എന്നെക്കൊണ്ടുണ്ടാകും. യുവതി നിസ്സഹായയായി വിലപിച്ചു. തനിക്ക് തൻ്റെ പ്രിയപ്പെട്ടവനെ ലഭിച്ചില്ല. മാതാപിതാക്കളെ എന്നേക്കുമായി പിരിയുകയും ചെയ്തു. കൊടിയ വഞ്ചനയിൽപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു അവളുടെ സങ്കടം. സന്യാസി യാതൊരു കുലുക്കവുമില്ലാതെ അവളെയും കൊണ്ട് യവന രാജ്യത്തേക്ക് പറഞ്ഞു. അവിടെ പുഴകളും മരങ്ങളും നിറഞ്ഞ ഒരു മൈതാനത്തിറങ്ങി. ഈ മൈതാനത്തിനടുത്തുള്ള നഗരത്തിൽ അതിപ്രതാപവാനായ ഒരു രാജാവ് വസിച്ചിരുന്നു. ആ സമയത്ത് രാജാവ് നായാട്ടിനു വേണ്ടി ആ വഴി വന്നു. അദ്ദേഹം വിരൂപനായ സന്യാസിയെയും അത്ഭുത കുതിരയെയും യുവതിയെയും കണ്ടു. സന്യാസി ഇതൊന്നും തന്നെ അറിഞ്ഞില്ല. പെട്ടെന്ന് രാജാവിൻ്റെ അടിമകൾ വന്ന് അവരെ വളഞ്ഞു. ഈ യുവതിയുമായി നിനക്ക് എന്തു ബന്ധം? രാജാവ് ചോദിച്ചു. ഉടനെ സന്യാസി ചാടി പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്, എൻ്റെ മാതുലപുത്രി. പക്ഷേ യുവതി അയാൾ പെരുങ്കള്ളനാണെന്നും തന്നെ തട്ടിക്കൊണ്ടുവന്നതാണെന്നും രാജാവിനോട് പറഞ്ഞു. അടിമകൾ രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കള്ള സന്യാസിയെ മർദ്ദിച്ചവശനാക്കി. പിന്നീട് തുറുങ്കിലടച്ചു. സുന്ദരിയായ കുമാരിയെ രാജാവ് കൂട്ടിക്കൊണ്ടുപോയി. കുതിരയെ അതിൻ്റെ ഉപയോഗം ഒന്നും അറിയില്ലെങ്കിലും രാജധാനിയിൽ സൂക്ഷിച്ചു. കമാർ പരിഭ്രാന്തനായി. സൈന്യത്തെ വിളിച്ചുകൂട്ടി നഷ്ടപ്പെട്ട വധുവിനെയും കുതിരയെയും അന്വേഷിച്ച് പുറപ്പെട്ടു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം തിരക്കി. ഒരു വിവരവും ലഭിച്ചില്ല. യുവതിയുടെ രാജ്യത്ത് ചെന്ന് അവളുടെ മാതാപിതാക്കളോട് സംഗതികൾ പറഞ്ഞു. അവർ ദുഃഖാർത്തരായി. അവർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അവസാനം യവന രാജ്യത്തേക്ക് തന്നെ പുറപ്പെട്ടു. അവിടെ എത്തിയ കമാർ ഒരു സത്രത്തിൽ താമസിച്ചു. സത്രത്തിൽ കച്ചവടക്കാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. കമാർ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. അവൻ അവരുടെ അടുത്ത് ചെന്നിരുന്നു. അതിൽ ഒരുവൻ തൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു, കൂട്ടരെ, ഞാനൊരു അതിശയ വാർത്ത കേട്ടു. ഒരു നഗരത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അയാൾ തുടർന്നു. അവിടെ ആ നഗരത്തിലെ രാജാവ് നായാട്ടിനായി പോയപ്പോൾ മൈതാനത്ത് വെച്ച് ഒരു അത്ഭുത കുതിരയെ കണ്ടു. ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച ഒന്ന്. ഒരു വൃദ്ധ സന്യാസിയായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ. അതിമനോഹരിയായ ഒരു യുവതിയും കൂടെയുണ്ടായിരുന്നു. ആ സുന്ദരി തൻ്റെ മാതുല പുത്രിയാണെന്ന് സന്യാസി രാജാവിനോട് കള്ളം പറഞ്ഞു നോക്കി. പക്ഷേ അത് കള്ളമാണെന്ന് അവൾ പറഞ്ഞു. രാജാവ് അയാളെ കാരാഗൃഹത്തിലാക്കി. സുന്ദരി രാജാവ് തൻ്റെ കൂടെ കൊണ്ടുപോയി. കുതിരയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. കമാർ കഥ കേട്ട ശേഷം വളരെ വിനയപൂർവ്വം ആ കച്ചവടക്കാരനെ സമീപിച്ചു. ഒരുവിധം ആ നഗരത്തിൻ്റെയും നഗരരാജാവിൻ്റെയും പേര് മറ്റിമറിഞ്ഞു. കമാർ സന്തോഷത്തോടെ രാത്രി കഴിച്ചു. രാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ടു. കമാർ നഗരത്തിലെത്തി. കാവൽക്കാർ അവനെ തടഞ്ഞു. ആര് ചെന്നാലും കാവൽക്കാർ അവരെ ചോദ്യം ചെയ്ത് പിന്നീട് രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കും. പക്ഷേ കമാർ എത്തിയത് രാജാവിനെ കാണാനോ ആലോചിക്കാനോ പറ്റിയ സമയത്തല്ലായിരുന്നു. അതുകൊണ്ട് കാവൽക്കാർ അവനെ ജയിലിലടച്ചു. എന്നാലും കമാറിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ അവർ അവനെ തങ്ങളുടെ കൂടെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു.
ഊരും പേരും ചോദിച്ചറിഞ്ഞു. കമാറിന്റെ നാട് പേഴ്സിയാണെന്നറിഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പല ആളുകളുമായി ഞങ്ങൾ ഇടപഴകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു കിഴവൻ പേഴ്സിക്കാരൻ വന്നിട്ടുണ്ട്. അവനെപ്പോലെ വിരൂപനായൊരു കള്ളനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ടവർ ആ സന്യാസിയുടെ കഥ പറഞ്ഞു. സന്യാസി ജയിലിലാണെന്നും അതിസുന്ദരിയായൊരു യുവതിയോട് രാജാവിന് വളരെ സ്നേഹമുണ്ടെന്നും അവർ അറിയിച്ചു. പക്ഷേ കഷ്ടകാലത്തിന് അവൾക്ക് ഭ്രാന്താണത്രേ. തുറുങ്കിലടയ്ക്കപ്പെട്ടവൻ ഒരു യഥാർത്ഥ സന്യാസിയായിരുന്നെങ്കിൽ അവളുടെ ഭ്രാന്ത് മാറ്റാൻ പറ്റിയേനെ. രാജാവ് ഇപ്പോൾ അവളെ ചികിത്സിക്കാൻ കഴിവുള്ളവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കുതിര രാജാവിൻ്റെ സ്വത്താണിപ്പോൾ. ആ സന്യാസി രാത്രി മുഴുവൻ നിലവിളിച്ച് ബഹളം കൂട്ടും. ഞങ്ങളെ ഉറക്കുകയുമില്ല. കമാറിന് കാര്യങ്ങളുടെ കിടപ്പ് ഒരുവിധം ബോധ്യമായി. കാവൽക്കാർക്ക് ഉറക്കം വന്നപ്പോൾ അവർ കമാറിനെ തുറുങ്കിലിട്ടടച്ചു. സന്യാസി പേഴ്സ്യൻ ഭാഷയിൽ എണ്ണിപ്പറക്കി വിലപിക്കുന്നത് കമാർ കേട്ടു. അവളോടും കമാറിനോടും കാണിച്ച ക്രൂരതയുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഞാൻ അവളെ വിട്ടുകൊടുത്തതുമില്ല, എൻ്റെ ആഗ്രഹം സാധിച്ചതുമില്ല. അർഹതയില്ലാത്ത ഒന്നിനെ ഞാൻ ആഗ്രഹിച്ചു. അവനവന് അർഹതയില്ലാത്തത് വേണമെന്ന് ആഗ്രഹിക്കുന്നവന് നരകമേ ഉണ്ടാകൂ. തുറുങ്കിൽ കിടക്കുന്ന വൃദ്ധൻ്റെ ഈ വാക്കുകൾ കേട്ട് കമാർ പേഴ്സ്യൻ ഭാഷയിൽ പറഞ്ഞു, നീ എത്ര കാലം ഇങ്ങനെ വിലപിച്ച് കഴിച്ചുകൂട്ടും? നിനക്കുണ്ടായ പോലെ ഒരനുഭവം മറ്റാർക്കും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് നീ കരുതുന്നുണ്ടോ? ഈ വാക്കുകൾ സന്യാസിയെ ആശ്വസിപ്പിച്ചു. സന്യാസി തൻ്റെ പ്രവൃത്തിയുടെ ദയനീയ ഫലത്തെക്കുറിച്ച് പശ്ചാത്താപത്തോടെ കമാറിനോട് പറഞ്ഞു. പ്രഭാതമായപ്പോൾ കമാറിനെ രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. രാജാവ് പതിവ് പോലെ, എവിടെ നിന്ന് വരുന്നു, എന്തിനു വന്നു, എന്താണ് തൊഴിൽ, കലയാണോ കച്ചവടമാണോ, പേരെന്ത്, അങ്ങനെ പല വിവരവും തിരക്കി. രാജകുമാരൻ മറുപടി പറഞ്ഞു, എൻ്റെ പേര് പേഴ്സ്യൻ ഭാഷയിൽ ഹാർജി എന്നാണ്. രാജ്യം പേഴ്സ്യ. ഞാനൊരു ശാസ്ത്രജ്ഞൻ. വൈദ്യശാസ്ത്രത്തിലാണ് കൂടുതൽ സാമർഥ്യം. ഞാൻ എല്ലാത്തരം രോഗികളെയും ഭ്രാന്തന്മാരെയും സുഖപ്പെടുത്തുന്നതിൽ വിദഗ്ധനാണ്. കൂടുതൽ ശാസ്ത്ര നൈപുണ്യം സിദ്ധിക്കുന്നതിനായുള്ള സഞ്ചാരത്തിനിടയിലാണ് ഇവിടെ എത്തിയത്. രാജാവിന് വളരെ സന്തോഷമായി. പറ്റിയ സന്ദർഭത്തിൽ തന്നെയാണ് ദിവ്യനായി അങ്ങ് എത്തിച്ചേർന്നത്. രാജാവ് ആ യുവതിയുടെ അവസ്ഥ വിവരിച്ചു. അവളുടെ രോഗം മാറ്റിയാൽ എന്ത് വേണമെങ്കിലും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. കഥ കേട്ട രാജകുമാരൻ കുതിര എവിടെയാണെന്ന് ചോദിച്ചു. കുതിര തൻ്റെ പക്കലുണ്ടെന്ന് രാജാവ് അറിയിച്ചു. കുതിരയെ ഒന്ന് പരിശോധിച്ചു നോക്കണം. അതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ തൻ്റെ ആഗ്രഹം എളുപ്പം നടക്കുമെന്ന് കമാർ മനസ്സിൽ വിചാരിച്ചു. അതിനു വല്ല കുഴപ്പവും പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ വല്ല ഉപായവും കണ്ടുപിടിക്കണം. കമാർ കുതിരയെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. കമാറിനെ കുതിര നിന്നിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പരിശോധിച്ചു നോക്കിയതിൽ കുതിരയ്ക്ക് ഭാഗ്യവശാൽ ഒരു കേടും തന്നെ പറ്റിയിരുന്നില്ല. ഞാൻ ആ യുവതിയെ ഒന്ന് കാണട്ടെ. ഈ കുതിരയുടെ സഹായത്തോടെ അവളെ സുഖപ്പെടുത്താൻ കഴിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രാജാവ് കമാറിനെ യുവതിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ വീണുരുണ്ട് വിലപിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ നിലത്ത് അനങ്ങാതെ നിശ്ചലയായി കിടക്കും. അവൾക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. ആരും തന്നെ സമീപിക്കാതിരിക്കാൻ അവളെടുത്ത അടവായിരുന്നു അത്. രാജകുമാരൻ പതുക്കെ അവളെ സമീപിച്ചു. നിനക്കൊരു ഉപദ്രവം വരില്ല, കമാർ മന്ത്രിച്ചു. കമാറിനെ കണ്ടപ്പോൾ മോഹാലസ്യപ്പെട്ട് അവൾ താഴെ വീണു. രാജാവ് അത് രോഗമൂർച്ചയാണെന്ന് കരുതി. രാജകുമാരൻ പതുക്കെ അവളുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു, ക്ഷമയോടുകൂടെ കാത്തിരിക്കൂ. നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെടണം. അതിക്രൂരനായ ഈ രാജാവിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സൂത്രം കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ച ഉപായം ഇതാണ്. രാജാവിനോട് ഞാൻ പറയും, നിന്നെ പിശാച് ബാധിച്ചിരിക്കുന്നുവെന്ന്. ആ ബാധ ഒഴിപ്പിക്കാനായി നിന്റെ ചങ്ങല അഴിപ്പിക്കും. പ്രേതം വിട്ടകന്നുവെന്ന് ഞാൻ അറിയിക്കുമ്പോൾ രാജാവ് നിന്നെ സമീപിക്കും. നീ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. മധുരമായി സംസാരിക്കണം.
ഞാൻ നിന്നെ സുഖപ്പെടുത്തിയതായി അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ആഗ്രഹം പൂർത്തിയാകും. അതിനുശേഷം കുമാർ ചെന്ന് താൻ അവളെ രോഗവിമുക്തിയാക്കിയ വിവരം രാജാവിനെ അറിയിച്ചു. രാജാവ് സന്തോഷത്തോടെ അവളെ സമീപിച്ചു. അവൾ വിനയപൂർവ്വം രാജാവിന് വണങ്ങി. അദ്ദേഹം അടിമ പെണ്ണുങ്ങളെയും ഷണ്ഡ പരിചാരികരെയും വരുത്തി. അവളെ കുളിപ്പിച്ച് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൾ പൂർണ്ണ ചന്ദ്രനെ പോലെ തിരിച്ചു വന്നു. അത്യധികം സന്തുഷ്ടനായ രാജാവ് രാജകുമാരനെ കെട്ടിപ്പിടിച്ചു. കുമാറിന്റെ ദിവ്യത്വം കൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്ന് രാജാവ് വിചാരിച്ചു. അപ്പോൾ കമാർ രാജാവിനോട് പറഞ്ഞു, ആ യുവതിക്ക് പൂർണ്ണാരോഗ്യം കൈവരണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി അവളെ ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്ത് കൊണ്ടുപോകണം. ദന്തം കൊണ്ടുള്ള അശ്വത്തെയും കൊണ്ടുപോകണം. അവിടെ വെച്ച് അവളെ ആവേശിച്ച ബാധയെ ഞാൻ പൂർണ്ണമായും നിഗ്രഹിക്കും. രാജാവിന് അത് സമ്മതമായി. എല്ലാവരും കൂടി മൈതാനത്തേക്ക് പുറപ്പെട്ടു. ഒരു യോഗിയുടെ ഭാവം നടിച്ചിരുന്ന കമാർ യുവതിയെയും കുതിരയെയും രാജാവിൻ്റെയും സൈനികരുടെയും കണ്ണെത്താത്ത ദൂരത്തിൽ നിർത്തണമെന്ന് പറഞ്ഞു. താൻ അവളുടെ സമീപം ചെന്ന് സുഗന്ധദ്രവ്യങ്ങൾ പുകച്ച് മന്ത്രം ചൊല്ലി ബാധയെ ആവാഹിക്കുമെന്നും കുതിരപ്പുറത്ത് കയറ്റി ചുറ്റിപ്പറന്ന് തിരിച്ചു വരുമ്പോഴേക്കും രോഗം നിശേഷം മാറിയിരിക്കുമെന്നും പറഞ്ഞു. രാജാവ് കമാറിന് അനുവാദം നൽകി. കമാർ രാജകുമാരിയെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. അവളെ ചേർത്ത് പിടിച്ചു. സൂചി തിരിച്ചു. കുതിര അതിവേഗം പൊങ്ങി പറന്നു. ഉച്ചവരെ രാജാവ് അവിടെ തന്നെ നോക്കി നിന്നു, അവരുടെ തിരിച്ചുവരവും കാത്ത്. അവസാനം താൻ പറ്റിക്കപ്പെട്ടു എന്ന് നിശ്ചയമായപ്പോൾ വളരെ ജാളിത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാജകുമാരനാകട്ടെ തൻ്റെ കാമുകിയുമൊത്ത് ആനന്ദത്തോടെ പിതാവിൻ്റെ നഗരത്തിലെത്തി. രാജകുമാരിയെ കൊട്ടാരത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുത്തി മാതാപിതാക്കളെ ചെന്ന് കണ്ട് വിവരങ്ങളെല്ലാം അറിയിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ഗ്രീക്ക് രാജാവ് ലജ്ജിച്ചും ദുഃഖിച്ചും ഏകാന്തതയിൽ അഭയം തേടി. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ വൈദ്യൻ ഒരു മായാവിയാണെന്നും അവനിൽ നിന്ന് രാജാവും രാജ്യവും രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യമായി എന്നും പറഞ്ഞ് രാജാവിനെ ആശ്വസിപ്പിച്ചു. കമാർ തൻ്റെ നഗരത്തിലെ ജനങ്ങളെ സൽക്കരിച്ചു. വിവാഹാഘോഷങ്ങൾ ആർഭാടപൂർവ്വം നടത്തി. ബുദ്ധിമാനായ പിതാവ് മന്ത്രക്കുതിരയെ ചലനരഹിതമാക്കി. കമാർ തൻ്റെ ഭാര്യയുടെ പിതാവിന് ഒരു ദൂതൻ വശം കത്ത് കൊടുത്തയച്ച് ശുഭവാർത്ത അറിയിച്ചു. സാനായിലെ രാജാവിന് മകളുടെ സുഖാവസ്ഥ അറിഞ്ഞപ്പോൾ സമാധാനമായി. അദ്ദേഹം ജാമാതാവിന് വിശേഷപ്പെട്ട നിരവധി സമ്മാനങ്ങൾ കൊടുത്തയച്ചു. മന്ത്രക്കുതിരയുടെ കഥയ്ക്ക് ശേഷവും ഷഹ്റസാദ് കഥ തുടർന്നു. പുരാതന കാലത്ത് ദമാസ്കസിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഖാനിം എന്നു പേരായ ഒരു മകനും ഫിറ്റ്നെ എന്നു പേരായ ഒരു മകളുമുണ്ടായിരുന്നു. സൗന്ദര്യത്തിൽ അവരെ വെല്ലാൻ ആരും തന്നെ ആ നാട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ പിതാവ് മരിച്ചു. അയാൾക്ക് കണക്കറ്റ സ്വത്തുണ്ടായിരുന്നു. പിതാവ് ആഗ്രഹിച്ചിരുന്ന പ്രകാരം മകൻ ചരക്കുകളുമായി കച്ചവടത്തിന് ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അക്കാലത്ത് ഹാറൂൺ അൽ റഷീദായിരുന്നു ഖലീഫ. ബാഗ്ദാദിലെത്തിയ ഖാനീമിന് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. ഖാനീം ഒരു നല്ല വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. കുറേ ചരക്കുകൾ വിറ്റ് തീർത്തു. ഒരു വർഷം കഴിഞ്ഞ് അയാൾ മടങ്ങി. പിന്നത്തെ വർഷവും വീണ്ടും വിദേശ വ്യാപാരത്തിന് പുറപ്പെട്ടു. ചന്തയുടെ കവാടം അടച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. അന്വേഷിച്ചപ്പോൾ ഒരു കച്ചവടക്കാരൻ മരിച്ചെന്നും ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളാൻ എല്ലാവരും പോയിരിക്കുകയാണെന്നും അറിഞ്ഞ് അയാളും അതിൽ പങ്കുകൊള്ളാൻ തീരുമാനിച്ചു. ഖാനീം അവരുടെ കൂടെ ചേർന്നു. പട്ടണത്തിന് പുറത്ത് ശവകുടീരത്തിൽ ശവസംസ്കാരം കഴിഞ്ഞ് മറ്റ് കച്ചവടക്കാർ ഖുറാൻ വായിക്കുകയായിരുന്നു. രാത്രിയായിട്ടും അവർ അത് തന്നെ വായിച്ചു കഴിച്ചു കൂട്ടി. രാത്രിയായപ്പോൾ ഖാനീമിന് പേടിയായി. തൻ്റെ ചരക്കുകളെല്ലാം കള്ളന്മാർ തട്ടിക്കൊണ്ടുപോയാലും. അയാൾ ആ സംഘത്തിൽ നിന്ന് പിന്മാറി ഒറ്റയ്ക്ക് പട്ടണത്തിലേക്ക് തന്നെ പുറപ്പെട്ടു. അർദ്ധരാത്രിയായിരുന്നു. നഗരവാതിൽ അടച്ചിട്ടിരുന്നു. പട്ടികളുടെ കുരയും ചെന്നായ്ക്കളുടെ ഓരിയിടലും അന്തരീക്ഷത്തെ ഭയാനകമാക്കി. അപ്പോൾ ഖാനീമിന് സ്വത്തിനേക്കാൾ ഉപരി
തൻ്റെ ജീവനെക്കുറിച്ചായി ഭയം. രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു സുരക്ഷിതമായി സങ്കേതം വേണം. 4 ചുമരുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരുന്ന ഒരു സ്വകാര്യ ശ്മശാനം കണ്ട് അയാൾ ഉള്ളിൽ കയറി. അവിടെ ശവകുടീരത്തിൽ ചാരി ഭയം കൊണ്ട് ഉറങ്ങാതിരുന്ന അയാൾ ദൂരെ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം ശ്മശാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് 3 കറുത്ത അടിമകളെയാണ്. 2 പേർ കൂടി ഒരു പെട്ടി താങ്ങി പിടിച്ചിരിക്കുന്നു. ഒരുവൻ ഒരു വിളക്കം. അവർ ശ്മശാനത്തിലേക്ക് വരുന്നത് കണ്ട് ഖാനിം പെട്ടെന്ന് വാതിൽ ബന്ധിച്ച് സാക്ഷിയിട്ട് ഒരു പനമരത്തിൽ കയറി ഒളിച്ചു. വാതിലടച്ചത് ആരാണ്? തുറന്നിട്ടാണല്ലോ നമ്മൾ പോയത്. ഒരുപക്ഷെ കുമ്മായപ്പണിക്കാരനാകും. നമ്മെ പോലുള്ളവർ കൊന്നു തിന്നുമെന്ന് പേടിച്ച് അകത്തു നിന്ന് അടച്ചതാകും. അവർ മതിൽ ചാടിക്കടന്ന് വാതിൽ തുറന്നു. പെട്ടി ചുമന്നു വന്നവർ ക്ഷീണിച്ച് തളർന്നിരുന്നു. നമുക്കല്പം വിശ്രമിച്ചിട്ടാകാം ശവകുടീരം തുറക്കാൻ. ഇപ്പോൾ ശേഷി തീരെയില്ല. നമ്മുടെ സമ്പാദ്യപ്പെട്ടി കവർന്നു പോകാതെ സൂക്ഷിക്കണം. വല്ല കള്ളന്മാരും ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നമ്മെ കണ്ട് പേടിച്ച് മരത്തിന്മേൽ കയറി ഒളിച്ചിട്ടുണ്ടാകും, മറ്റൊരുവൻ പറഞ്ഞു. ഖാനിം അത് കേട്ട് ഭയപ്പെട്ടു. സർവേശ്വര, ഈ കുടുക്കിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, അയാൾ പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടി ചുമന്നിരുന്ന ഒരുവൻ പറഞ്ഞു, വിശ്രമവേളയിൽ നാം ഓരോരുത്തരും അനുഭവ കഥ പറയണം. തുടങ്ങുക. പെട്ടി താങ്ങിയിരുന്ന മറ്റേയാൾ തൻ്റെ കഥ പറയാൻ തുടങ്ങി. 8ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ തൊഴിൽ തുടങ്ങിയത്. എല്ലാ തവണയും വലിയ നുണകൾ പറഞ്ഞ് ഞാൻ യജമാനെ പറ്റിക്കാറുണ്ട്. അങ്ങനെ എന്നെ വാങ്ങാൻ പലർക്കും വിസമ്മതമായി. യജമാനൻ എന്നെ വിൽക്കാൻ ഒരു ദല്ലാളിനെ ഏൽപ്പിച്ചു. ഒരു കച്ചവടക്കാരൻ എൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ എന്നെ സ്വായത്തമാക്കി. ഞാൻ ആ വ്യാപാരിയുടെ കൂടെ 1 വർഷം കഴിച്ചുകൂട്ടി. പുതുവർഷം ആഗതമായി. ആ വർഷം അനുഗ്രഹീതമായിരുന്നു. കച്ചവടക്കാർക്കെല്ലാം ഭാഗ്യം തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും ആഘോഷമായി ഓരോ ദിവസം കൊണ്ടാടി. എൻ്റെ യജമാൻ്റെ ഒഴിവും വന്നു. അദ്ദേഹം കൂട്ടുകാരെയെല്ലാം ക്ഷണിച്ചു. ഭക്ഷണവും പാനീയങ്ങളും പാട്ടും കൂത്തുമായി സമയം നീങ്ങി. ഉച്ചയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്നും ഒരു വിഭവം മേടിച്ചു കൊണ്ടുവരാനായി എന്നെ അയച്ചു. യജമാന പത്നിയുടെ മന്ദിരത്തിലെത്തിയ ഞാൻ ഉറക്കെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. യജമാൻ്റെ പത്നിയും പുത്രിമാരും മറ്റുള്ളവരും എല്ലാം എൻ്റെ ചുറ്റും കൂടി. ഞാൻ അവരോട് പറഞ്ഞു. യജമാനും കൂട്ടരും ഇരുന്നതിൻ്റെ അടുത്തുള്ള ചുമരിടിഞ്ഞ് അവരുടെ മേൽ വീണു. ഞാനത് കണ്ടയുടൻ കുതിരപ്പുറത്ത് കയറി ഇങ്ങോട്ട് പോന്നതാണ്. ഭർത്താവ് മരിച്ചെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ പത്നി വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി തലക്കിട്ടടിച്ച് വിലപിച്ചുകൊണ്ട് അവിടെയുള്ള സകല സാധനങ്ങളും വലിച്ച് താഴെയിട്ട് നശിപ്പിച്ചു. ഞാനും അവരുടെ ഒപ്പം വിലപിച്ചു. അവസാനം അവർ എൻ്റെ കൂടെ പുറപ്പെട്ടു, യജമാൻ്റെ ശവം എടുത്തുകൊണ്ട് വരാൻ. വീട്ടിലെ എല്ലാ കാവൽക്കാരും ജോലിക്കാരും ബന്ധുക്കളും വാവിട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങളെ പിന്തുടർന്നു. വഴിയിൽ വിവരമറിഞ്ഞ നാട്ടുകാരും ന്യായാധിപനും കൂടി എൻ്റെ കൂടെ പുറപ്പെട്ടു. ഞാൻ കുതിരപ്പുറത്ത് കയറി ഉടനെ മുൻകൂട്ടി യജമാൻ്റെ മുമ്പിലെത്തി. അവിടെയും അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് ചെന്നത്. വീട്ടിലെ ചുമരിടിഞ്ഞു വീണ് ഭാര്യയും കുട്ടികളുമെല്ലാം മരിച്ചു കിടക്കുന്നു എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹവും കൂട്ടുകാരും പരിഭ്രാന്തരായി പുറപ്പെട്ടു. ഇരു സംഘവും വഴിയിൽ വെച്ച് കൂട്ടിമുട്ടി. അപ്പോഴാണ് അവർക്ക് ഞാൻ അവരെ പറ്റിച്ചതാണെന്ന് ബോധ്യമായത്. വീട്ടിലെത്തി സാധനങ്ങളെല്ലാം നാശമായി കിടക്കുന്നത് കണ്ടപ്പോൾ യജമാനൻ ഒന്നുകൂടി കോപിച്ചു. എന്നെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയാമായിരുന്നില്ലേ? പകുതി നുണയെ ഇപ്പോഴായുള്ളൂ. ഈ വർഷത്തിന് മുമ്പ് തന്നെ നുണ പൂർത്തീകരിക്കാനുണ്ട്. പകുതി നുണ കൊണ്ട് വീട് നശിക്കാറായി. ഇനി ബാക്കി കൂടിയായാൽ രാജ്യം തന്നെ നശിച്ചേക്കുമല്ലോ എന്നായി നാട്ടുകാർ. കേസ് ന്യായാധിപൻ്റെ അടുത്തെത്തി. ന്യായാധിപൻ എന്നെ തല്ലിച്ചതച്ചു. പിന്നെ പലർക്കും ഞാൻ വിൽക്കപ്പെട്ടു. അങ്ങനെ അവസാനം ഞാൻ ഇവിടെ എത്തി. എൻ്റെ എല്ലാ ഉത്സാഹവും അസ്തമിച്ചിരിക്കുന്നു. ചത്തതിനൊത്ത ജീവിതമാണ് എൻ്റേത്. മറ്റ് 2 പേരും കഥ കേട്ട് പൊട്ടിച്ചിരിച്ചു. നീ ഒരു സമർത്ഥൻ തന്നെ, അവർ സമ്മതിച്ചു. 3ാമത്തവൻ അവൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. കൂട്ടുകാരെ,
നിങ്ങളുടെ കഥയെല്ലാം വിഡ്ഢിത്തങ്ങളാണ്. ഞാൻ എൻ്റെ കഥ പറയാം. നീണ്ട കഥ. പക്ഷേ രാവിലെ ആളുകൾ വരുന്നതിന് മുമ്പ് നാം നമ്മുടെ ജോലി തീർക്കണം. അല്ലെങ്കിൽ അവർ നമ്മളെ പെട്ടിയോടെ പിടിക്കും. അവർ വിളക്ക് കെടുത്തി. 4 ശവകുടീരങ്ങൾക്കിടയിലായി ഒരു വലിയ കുഴി കുഴിച്ചു. അവസാനം പെട്ടി കുഴിയിലാക്കി മണ്ണിട്ട് മൂടി അവർ അപ്രത്യക്ഷരായി. ഗാനി തനിച്ചായി. പെട്ടിയിൽ എന്താണെന്നറിയാൻ തിടുക്കമായി. പ്രഭാതം വരെ അവൻ കാത്തിരുന്നു. പുലർന്നപ്പോൾ അവൻ മണ്ണെല്ലാം മാറ്റി പെട്ടിയുടെ പൂട്ടുപൊളിച്ചു. മൂടി തുറന്നു നോക്കിയപ്പോൾ അവൻ കണ്ടത് ഉറങ്ങുന്ന ഒരു സുന്ദരിയെയാണ്. അവൾ അപ്പോഴും ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. അതിസുന്ദരിയായ അവളുടെ കഴുത്തിൽ നിറയെ സ്വർണം കൊണ്ടും വൈരം കൊണ്ടുമുള്ള ആഭരണങ്ങളായിരുന്നു. ഒരു രാജ്യം വിലയ്ക്ക് വാങ്ങാനുള്ള അത്രയ്ക്കും ആഭരണങ്ങൾ. ആയൂബിന്റെ പുത്രൻ ഖാനി അവളെ വലിച്ചു പുറത്തിട്ടു. വായു ശ്വസിച്ചപ്പോൾ അവൾ തുമ്മി, ചുമച്ചു. വായിൽ നിന്ന് മയക്കുമരുന്ന് പുറത്തു ചാടി. അവൾ കണ്ണു തുറന്നു. അവൾ തൻ്റെ വേലക്കാരുടെ പേര് ചൊല്ലി വിളിച്ചു. ആരും തന്നെ കേട്ടില്ല. ചുറ്റും നോക്കിയപ്പോഴാണ് താൻ ശവകുടീരത്തിലാണെന്നറിഞ്ഞത്. അവൾ പരിഭ്രാന്തിയായി. ഇതുവരെ മിണ്ടാതിരുന്ന ഖാനി അവളോട് നടന്ന കഥകളെല്ലാം പറഞ്ഞു. അവൾക്ക് വലിയ സന്തോഷമായി. തൻ്റെ ജീവൻ രക്ഷിച്ച ഖാനീമിനോട് അവൾ പറഞ്ഞു, ഒരു കുതിരക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് എന്നെ ഈ പെട്ടിയിലാക്കി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ഖാനീമിനും അത് സമ്മതമായി. അവൾ അങ്ങനെ ഖാനീമിൻ്റെ വീട്ടിലെത്തി. ഖാനീമിൻ്റെ വാടക വീടും സാമഗ്രികളും കണ്ടപ്പോൾ അയാൾ ഒരു പണക്കാരനായ കച്ചവടക്കാരനാണെന്ന് മനസ്സിലായി. അവൾക്ക് സുന്ദരനായ ഖാനീമിനോട് പ്രേമം തോന്നി. അവൻ അങ്ങാടിയിൽ പോയി പൊരിച്ചാട്ടിറച്ചിയും പഴങ്ങളും മെഴുകുതിരികളും സുഗന്ധദ്രവ്യങ്ങളും വാങ്ങി തിരിച്ചു വന്നു. സുഖമായി ഭക്ഷണം കഴിച്ചു. രണ്ടുപേർക്കും പരസ്പരം തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. അവർ സുഖമായി ആ രാത്രി കഴിച്ചു കൂട്ടി. ഖാനിം രാവിലെ എഴുന്നേറ്റ് ചന്തയിലേക്ക് പുറപ്പെട്ടു. വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വന്നു. അവൾ പറഞ്ഞു, നമുക്ക് തമ്മിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു കഥയാണ് എൻ്റേത്. ഖാനീമിന് അതറിയാൻ തിടുക്കമായി. പക്ഷേ 1 മാസം അവൾ കഥ പറയാതെ കഴിച്ചുകൂട്ടി. അയാളുടെ ദിവസങ്ങൾ ഉത്കണ്ഠാഭരിതമായിരുന്നു. ഒരു ദിവസം അവൾ ഖാനീമിനോട് തൻ്റെ വസ്ത്രത്തിൻ്റെ കര കാണിച്ചു കൊടുത്തു. അതിൽ സ്വർണം കൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു, ഞാൻ നിന്റേത്, നീ എൻ്റേത്. അത് വായിച്ച് ഖാനീം അവളോട് കഥ പറയാൻ നിർബന്ധിച്ചു. അവൾ കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ ഖലീഫയുടെ പ്രേമഭാജനമായ അടിമയാണ്. എൻ്റെ പേര് കുലൂബ്. ദൈവം കനിഞ്ഞ് എനിക്ക് ധാരാളം സൗന്ദര്യം തന്നു. ഖലീഫയ്ക്ക് എന്നിൽ കമ്പമായി. അദ്ദേഹം എന്നെ ഒരു രഹസ്യമുറിയിൽ താമസിപ്പിച്ചു. 10 അടിമകൾ എന്നെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം ഖലീഫ അടുത്ത സംസ്ഥാനത്തേക്ക് പോയപ്പോൾ സുബൈദ രാജ്ഞി അടിമ പെണ്ണിനെ കൊണ്ട് ആഹാരത്തിൽ മയക്കുമരുന്ന് ചേർപ്പിച്ച് എന്നെ ബോധശൂന്യയാക്കി ആ നീചന്മാരെ ഏൽപ്പിച്ചു. പണത്തിനു വേണ്ടി മനുഷ്യർ ചെയ്യാത്ത നീചകൃത്യങ്ങളുണ്ടോ? അങ്ങനെ ആ ദുഷ്ടന്മാർ എന്നെ സൂത്രത്തിൽ പെട്ടിയിലാക്കി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് എൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങ് അവിടെ എത്തിയതും ഞാൻ രക്ഷപ്പെട്ടതും. എൻ്റെ കഥ ഇതാണ്. എൻ്റെ പ്രേമപാത്രമായ ഖലീഫ എന്തു ചെയ്യുന്നുവോ എന്തോ. ഖാനീമിന് കഥ കേട്ടിട്ട് വലിയ ദുഃഖം തോന്നി. ഖലീഫ എവിടെ കിടക്കുന്നു, താൻ എവിടെ കിടക്കുന്നു? സിംഹവും പട്ടിയും തമ്മിലുള്ള അന്തരം. ഖലീഫയുടെ പ്രേമഭാജനത്തിൻ്റെ മുഖത്ത് നോക്കാൻ പോലും തനിക്ക് അവകാശമുണ്ടോ? എന്നാൽ ഇരുവർക്കും തടയാൻ വയ്യാത്തത്ര പ്രേമം ഉള്ളിൽ അങ്കുരിച്ചു കഴിഞ്ഞിരുന്നു. 3 മാസം അവർ പേടിച്ച് കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ സുബൈദ എന്ത് ചെയ്തുവെന്നറിയണ്ടേ? കുലൂബിനെ പെട്ടിയിലാക്കി കടത്തി കഴിഞ്ഞപ്പോൾ സുബൈദയ്ക്ക് പേടിയായി. ഖലീഫ വന്നാൽ എന്ത് മറുപടി പറയും? ഒടുവിൽ ഒരു വൃദ്ധയുടെ ഉപദേശപ്രകാരം ഒരു ആശാരിയെ വരുത്തി മരം കൊണ്ട് ഒരു ശവശരീരമുണ്ടാക്കി. ഒരു കുഴി കുഴിപ്പിച്ച് അതിലിറക്കി. വില പിടിച്ച വസ്ത്രങ്ങൾ കൊണ്ട് ജട മൂടിയിരുന്നു. ഖലീഫ വന്നപ്പോൾ രാജ്ഞിയുടെ ആജ്ഞപ്രകാരം എല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ചാണ് നടന്നിരുന്നത്. കുലൂബിൻ്റെ മരണവാർത്ത ഖലീഫയ്ക്ക് ബോധക്കേടുണ്ടാക്കി. അദ്ദേഹം ശവകുടീരം തുറന്ന് ശവമെടുപ്പിച്ചു. വസ്ത്രങ്ങൾ മാറ്റാൻ പോയപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, അത് പാടില്ല.
ദൈവവിരോധമുണ്ടാക്കുന്ന സംഗതിയാണ്. മനസ്സില്ലാ മനസ്സോടെ ഖലീഫ ശവം കുഴിയിലേക്കിറക്കി. അതിന് ചുറ്റുമിരുന്ന് എല്ലാവരും ഖുറാൻ വായിച്ചു. അങ്ങനെ വ്യസനപൂർവ്വം ഖലീഫ ദിനരാത്രങ്ങൾ തള്ളി. ഒരു ദിവസം അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലക്കിലിരുന്നിരുന്ന അടിമ പെണ്ണുങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഖലീഫ അവരുടെ സംഭാഷണം കണ്ണടച്ചു കിടന്ന് കേട്ടു. കുലൂബിനെ സുബൈദ രാജ്ഞി ബോധം കെടുത്തി അടിമകളുടെ കയ്യിൽ കൊടുത്തയച്ചതാണെന്നും മരപ്രതിമയാണ് ശവകുടീരത്തിൽ അടക്കിയിരുന്നതെന്നും ഖലീഫ മനസ്സിലാക്കി. അദ്ദേഹം സൂത്രത്തിൽ കാര്യങ്ങൾ തിരക്കി. ഗുലൂബ് ഖാനീം എന്ന കച്ചവടക്കാരൻ്റെ കൂടെ താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഖലീഫ ഉടനെ ജാഫറെ അയച്ചു ഗാനീമിൻ്റെ വീട്ടിൽ നിന്ന് അവളെ കൊണ്ടുവരാൻ. ഗാനീം അവളോടൊത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഖലീഫയുടെ ആളുകൾ വരുന്നത് കണ്ടത്. ഉടനെ അവൾ ഖാനീമിനെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കയ്യിൽ ഒരു പാത്രവും കൊടുത്ത് ഒരു യാചകനെ പോലെ അഭിനയിച്ച് രക്ഷപ്പെടാൻ പറഞ്ഞയച്ചു. ഖാനീം ദൈവകൃപയാൽ രക്ഷപ്പെട്ടു. മന്ത്രി ജാഫർ കുലൂബിനോട് ഖാനീമിനെ ബന്ധനസ്ഥനാക്കാനാണ് താൻ വന്നതെന്ന് പറഞ്ഞു. കുലൂബ് പറഞ്ഞു, ഖാനീം കച്ചവട ആവശ്യത്തിനായി ഡമാസ്കസിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒരു വിവരവുമില്ല. ജാഫർ അവളെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. അവളുടെ ആവശ്യപ്രകാരം ആ പെട്ടിയും എടുപ്പിച്ചു കൊണ്ടുപോയി. ഖാനീമിൻ്റെ സകല സാധനങ്ങളും നശിപ്പിച്ചു. ഖലീഫ് അവളെ ഒരു ഇരുട്ടുമുറിയിലാക്കി. അവൾക്ക് കാവലായി ഒരു വൃദ്ധയെയും നിയോഗിച്ചു. പിന്നീട് ഖലീഫ ഒരു കത്തെഴുതി ഡമാസ്കസിലെ വൈസ്രോയ്ക്ക് അയച്ചു. ആയൂബിൻ്റെ പുത്രനായ ഖാനീമിനെ കണ്ടാൽ ഉടൻ ബന്ധിച്ച് ഹാജരാക്കണമെന്നായിരുന്നു നിർദ്ദേശം. വൈസ്രോയി ഖാനീമിൻ്റെ മാതാവിനെയും സഹോദരിയും വരുത്തി ഖാനീമിൻ്റെ വിവരമന്വേഷിച്ചു. അവർക്കും ഒരു വർഷമായി അയാളെപ്പറ്റി ഒരറിവുമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പാവം ഖാനീം എല്ലാം നശിച്ച് ദുഃഖിതനായി തെരുവിലലയുകയായിരുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് പരവശനായ ഖാനീം ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു പള്ളിയിൽ കടന്ന് ഒരു പായയിൽ കിടന്നു. ഭക്ഷണം കഴിക്കാത്തതിനാൽ അവൻ തളർന്നിരുന്നു. ഹൃദയം കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടാൽ ആരും തന്നെ തിരിച്ചറിയുമായിരുന്നില്ല. പ്രഭാത പ്രാർത്ഥനയ്ക്ക് വന്ന ഗ്രാമവാസികൾ അവനെ കണ്ടു. മിണ്ടാൻ പോലും വയ്യാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് കിടന്നിരുന്ന അവന് അവർ ഭക്ഷണം കൊടുത്തു. ഇങ്ങനെ ഒരു മാസം അവിടെ കഴിഞ്ഞപ്പോഴേക്കും അവൻ രോഗിയായി. ആളുകൾ അവനെ ബാഗ്ദാദിലെ ആശുപത്രിയിലേക്ക് അയക്കാൻ നിശ്ചയിച്ചു. അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ 2 യാചകികൾ അവിടെ എത്തി. അതവൻ്റെ അമ്മയും സഹോദരിയുമായിരുന്നു. പക്ഷേ അവൻ അവരെ തിരിച്ചറിഞ്ഞില്ല. അവർക്ക് അവനെയും മനസ്സിലായില്ല. ആളുകൾ പിറ്റേ ദിവസം അവനെ ഒട്ടകപ്പുറത്ത് കയറ്റി ബാഗ്ദാദിലെ ആസ്പത്രിയിൽ എത്തിച്ചു. ബാഗ്ദാദിലേക്ക് അവൻ്റെ കൂടെ അമ്മയും സഹോദരിയും പുറപ്പെട്ടു. അവർക്ക് സംശയം തോന്നി, അത് ഖാനീമായിരിക്കുമോ എന്ന്. എന്നാലും തീർച്ചയുണ്ടായിരുന്നില്ല. ഖാനീമനാണെങ്കിൽ മിണ്ടാനോ കണ്ണ് തുറക്കാനോ പാടില്ലായിരുന്നു. ഒട്ടകക്കാരൻ അവനെ ആസ്പത്രിയുടെ പടിക്കൽ കിടത്തി തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ ആ ഒഴി വന്ന ഒരു ഷെയ്ഖ് അവനെ കണ്ടു. ഷെയ്ഖ് ഒരു ചന്ത ഉടമയായിരുന്നു. ദയ തോന്നിയ അദ്ദേഹം അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യയോട് അവന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ പറഞ്ഞു. കുലൂബ് 80 ദിവസം ഇരുട്ടറയിൽ കഴിഞ്ഞു. ഒരു ദിവസം ഖലീഫ ആ ഇരുട്ടറയ്ക്ക് മുമ്പിലൂടെ പോകുമ്പോൾ കുലൂബ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു: എൻ്റെ പ്രിയപ്പെട്ട ഖാനീം, നീ എത്ര ദയാലുവാണ്. നീ ആരോട് ദയ കാണിച്ചുവോ അവൻ നിന്നെ ശിക്ഷിച്ചു. നീ ആരെ ബഹുമാനിച്ചുവോ അവൻ നിന്നെ ഉപദ്രവിച്ചു. നീ ആരെ ദൈവമെന്ന് കരുതിയോ അവൻ നിന്നെയും നിന്റെ അമ്മയെയും ദരിദ്രരാക്കി. പക്ഷേ ദൈവമെന്ന ന്യായാധിപന്റെ മുമ്പിൽ നീ രക്ഷപ്പെടും. ഇത് കേട്ട് ഖലീഫ അവളെ അടുക്കലേക്ക് വിളിപ്പിച്ചു. കുലൂബ് ഖലീഫയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു: വിശ്വാസികളുടെ തമ്പുരാനെ, ഖാനീം ഒരിക്കലും അങ്ങേക്ക് വിപരീതമായി എന്നോട് പെരുമാറിയിട്ടില്ല. നീതിപാലകനായ ഖലീഫ കുലൂബിന്റെ സങ്കടം കണ്ട് ഖാനീമിനെ കണ്ടുമുട്ടിയാൽ അവനെ അവൾക്ക് സമ്മാനമായി നൽകാമെന്ന് സമ്മതിച്ചു. അവനെ അന്വേഷിക്കുവാൻ അവൾക്ക് അനുവാദവും കൊടുത്തു. സന്തുഷ്ടയായ കുലൂബ് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്പാദിച്ച് ഷെയ്ഖുകളെ ഏൽപ്പിച്ചു, അപരിചിതർക്ക് ഭിക്ഷയായി കൊടുക്കുവാൻ.
അങ്ങനെ ചന്ത ഉടമയായ ആ ഷെയ്ക്കിനും അവൾ 1000 സ്വർണം സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹം അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വാക്കുകൾ ഖുലൂബിന്റെ മനസ്സ് കുളിർപ്പിച്ചു. അവിടെ രോഗശയ്യയിൽ കിടക്കുന്ന ഖാനീമിനെ കണ്ട് അവൾക്ക് മനസ്സിലായില്ല. അത്രയ്ക്ക് വ്യത്യാസപ്പെട്ടിരുന്നു ഖാനീമിന്റെ രൂപം. അവൾ അവന് ചില മരുന്നുകൾ കൊടുത്തു. പാവം രോഗി. അവൾ നിത്യവും അവനെ കാണാൻ വരുമായിരുന്നു. ആ ഇടയ്ക്കാണ് 2 അപരിചിതരായ സ്ത്രീകൾ തീരെ അവശരായ അവസ്ഥയിൽ ആ സ്ഥലത്ത് എത്തിയിരിക്കുന്ന വിവരം ചന്തയുടമയായ ഷെയ്ഖ് തന്നെ അവളെ അറിയിച്ചത്. കുലൂബ് ചെല്ലുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, പൊന്നു മോനെ, നീ എവിടെയാണ്? നിന്റെ അമ്മയ്ക്കും സഹോദരിക്കും ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. ഞങ്ങളുടെ സ്വത്തെല്ലാം കണ്ടുകെട്ടിയല്ലോ. എൻ്റെ മകൻ ഖാനീമിനെ ആരെങ്കിലും കൊണ്ടുവന്ന് തരണമേ ദൈവമേ. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മാതാവിനെയും സഹോദരിയെയും തിരിച്ചറിഞ്ഞ ഖുലൂബിന് വലിയ ദുഃഖവും സന്തോഷവും തോന്നി. നിങ്ങൾക്കിനി ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല എന്ന് പറഞ്ഞ് അവരെ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൾ ഷെയ്ഖിന് കുറെ പണവും കൊടുത്തു, അവരുടെ സുഖ സൗകര്യങ്ങൾ ശരിയാക്കാൻ. പിറ്റേ ദിവസവും ഷെയ്ഖിൻ്റെ വീട്ടിലെത്തിയ ഖുലൂബ് ഖാനീമിൻ്റെ അമ്മയും സഹോദരിയും പുതുവസ്ത്രങ്ങളണിഞ്ഞ് സന്തോഷപൂർവ്വം ഇരിക്കുന്നതാണ് കണ്ടത്. എല്ലാവരും കൂടി രോഗിയുടെ മുറിയിൽ പോയി സംസാരിക്കുന്നതിനിടയിൽ ആരും ഖുലൂബ് എന്ന് വിളിക്കുന്നത് കേട്ടു. ഖാനീം പതുക്കെ കണ്ണു തുറന്ന് ക്ഷീണിച്ച സ്വരത്തിൽ ഖുലൂബ് എന്ന് മന്ത്രിച്ചു. എല്ലാവരുടെയും നോട്ടങ്ങൾ ആ മുഖത്ത് പതിഞ്ഞു. എല്ലാവരും ഖാനീമിനെ തിരിച്ചറിഞ്ഞു. ഖുലൂബിന് അളവറ്റ സന്തോഷമുണ്ടായി. ദൈവാനുഗ്രഹത്താൽ അമ്മയും സഹോദരിയും മകനും ഭാര്യയും ഒത്തുചേർന്നു. ഖുലൂബ് ഖലീഫയെ വിവരമറിയിച്ചു. 3-4 ദിവസത്തെ ശുശ്രൂഷ കൊണ്ടും തൻ്റെ മാതാവിനെയും സഹോദരിയെയും തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടും ഖാനീം വേഗം രോഗവിമുക്തനായി. ഖലീഫ ഖാനീമിനെ തൻ്റെ സമീപത്തേക്ക് വിളിച്ചു. അയാൾ ആദ്യം മുതൽ അവസാനം വരെ നടന്നതെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഖലീഫയ്ക്ക് ഖാനീമിനെ വളരെ ഇഷ്ടമായി. ഖലീഫ അയാളുടെ അതിസുന്ദരിയായ സഹോദരിയെ വിവാഹം ചെയ്തു. ഖാനീം ഖുലൂബിനെയും വിവാഹം ചെയ്തു. അങ്ങനെ എല്ലാം മംഗളമായി കലാശിച്ചു. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.